ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. പലരും മനസ്സ് കൊണ്ടു നടക്കുന്ന ഒരു സംശയമാണ്, ചെടിച്ചട്ടി നമ്മൾ അല്പം മണ്ണിരെ നിക്ഷേപിച്ച ശേഷം അതിൽ നമ്മൾ ഏതെങ്കിലും ചെടി നട്ട് കഴിഞ്ഞാൽ ആ ചെടി നന്നായിട്ട് വളരുമോ, അല്ലെങ്കിൽ മണ്ണിര ആ ചെടിയുടെ വേരുകൾ തിന്ന് നശിപ്പിക്കുമോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു സാധ്യത മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. മണ്ണിര ശരിക്കും മണ്ണിൽ എന്താണ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. മണ്ണിലുള്ള ജൈവ അവശിഷ്ടങ്ങളെല്ലാം ഭക്ഷണമാക്കിയിട്ട് അതിന് ദഹിപ്പിച്ച ശേഷം ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തുള്ള കമ്പോസ്റ്റ് രൂപത്തിൽ മാറ്റിയെടുക്കും. അതുപോലെ മണ്ണിൽ ഒരുപാട് സുഷിരങ്ങളെല്ലാം ഉണ്ടാക്കുന്ന വഴി ചെടികൾക്ക് വേര് ഓടാനും വേരുകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും കാര്യങ്ങളെല്ലാം കിട്ടാനൊക്കെ ഇത് ഏറ്റവും ബെറ്റർ ആണ്. അപ്പൊ ഈ ഒരു രീതി നമ്മൾ ചെടിച്ചട്ടിയിൽ ആവിഷ്കരിക്കുകയാണെങ്കിൽ, ചെടിച്ചട്ടിയിൽ നമ്മൾ കുറച്ച് മണ്ണിര നിക്ഷേപിച്ച ശേഷം ചെടികൾ വളർത്തി കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാവുന്ന സംശയം വേരുകൾക്ക് മണ്ണിര ദോഷമാണോ എന്നാണ്. ആദ്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, മണ്ണിര ഒരിക്കലും ജീവനുള്ള ചെടികളുടെ വേരുകൾ ഭക്ഷണമാക്കാറില്ല. നശിച്ച് അല്ലെങ്കിൽ ജീർണിച്ച് തുടങ്ങുന്ന വസ്തുക്കൾ മാത്രമേ മണ്ണിര ഭക്ഷണമാക്കാറുള്ളൂ. ജീർണിക്കാത്ത ജീവനുള്ള ചെടികളുടെ വേരുകളൊന്നും മണ്ണിര ഭക്ഷണമാക്കില്ല. അപ്പോൾ നമുക്ക് ആ ഒരു പേടി വേണ്ട. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെടിച്ചട്ടിയിൽ ഇടയ്ക്കിടയ്ക്ക് വളങ്ങൾ വേറെ ഇട്ട് കൊടുക്കാറുണ്ട്. കൂടാതെ നമ്മൾ പെസ്റ്റിസൈഡുകൾ അടിക്കാറുണ്ട്, ഫംഗിസൈഡ് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ കീടനാശിനികളും അതുപോലെ ജൈവവളങ്ങളും രാസവളങ്ങളും എല്ലാം നമ്മൾ ചെടിച്ചട്ടിയിൽ ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് മണ്ണിരയ്ക്ക് ദോഷമാണ്. 30 ദിവസം അല്ലെങ്കിൽ 35 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ പല രീതിയിലുള്ള വളങ്ങളും മരുന്നുകളൊക്കെ പ്രയോഗിക്കാറുണ്ട് ചെടികൾക്ക്. അങ്ങനെ പ്രയോഗിക്കുന്ന ചെടിച്ചട്ടിയിൽ ശരിക്കും മണ്ണിരയ്ക്ക് അതിജീവിക്കാൻ സാധ്യമല്ല. മണ്ണിര വളരെ പെട്ടെന്ന് ചത്തുപോകും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലുള്ള ഒരു സംശയമാണ്, നമ്മൾ ആ ചെടിച്ചട്ടിയിൽ മാത്രം നമ്മൾ ജൈവ കീടനാശിനി ജൈവ വളങ്ങൾ മാത്രം പ്രയോഗിച്ചിട്ട് ആ ചെടിച്ചട്ടി കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മണ്ണിരയെ ജീവനോടെ സംരക്ഷിക്കാനും ആ ചെടിച്ചട്ടിയുള്ള ജീർണിച്ച വസ്തുക്കളെല്ലാം മണ്ണിരയ്ക്ക് കമ്പോസ്റ്റ് ആക്കാനും കഴിയില്ല എന്ന് സംശയം വരാം. ശരിക്കും പറഞ്ഞാൽ അതും സാധ്യമല്ല. കാരണം എന്താ വെച്ചാൽ ജൈവ വളങ്ങളായിട്ടുള്ള വേപ്പുമിണ്ണാക്ക് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മണ്ണിരയ്ക്ക് ദോഷമാണ്. കൂടാതെ തന്നെ ജൈവ കീടനാശിനിയായിട്ടുള്ള വേപ്പെണ്ണ, സോപ്പ്, എമൽഷൻ അതും മണ്ണിരയ്ക്ക് ദോഷമാണ്. കൂടാതെ നമ്മൾ ജൈവ കീടനാശിനിയായിട്ട് പ്രയോഗിക്കുന്ന എന്ത് സാധനവും അത് മണ്ണിരയ്ക്ക് ദോഷം തന്നെയാണ്. പിന്നെ മഴക്കാലങ്ങളിൽ നമ്മൾ പ്രയോഗിച്ചു കൊടുക്കുന്ന ഫംഗിസൈഡുകൾ ഇതൊക്കെ മണ്ണിരയ്ക്ക് ഭയങ്കരമായിട്ട് ദോഷമാണ്. അപ്പം ഈ ഒരു കാരണം കൊണ്ട് നമുക്കൊരിക്കലും ചെടിച്ചട്ടിയിൽ മണ്ണിര നിക്ഷേപിച്ച ശേഷം അതിൽ നിന്നൊരു ബെനിഫിറ്റ് ചെടികൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഒരിക്കലും കിട്ടില്ല എന്ന് മാത്രമല്ല, കുറച്ച് കഴിയുമ്പോൾ മണ്ണിര നശിച്ചു പോവുകയും ചെയ്യും. ആ മണ്ണിരെ കൊണ്ടുള്ള ഈ ബെനിഫിറ്റ് നമ്മുടെ ചെടിച്ചട്ടിയിൽ എപ്പോഴും കിട്ടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആകെയുള്ളൊരു കാര്യം അല്പം മണ്ണിര കമ്പോസ്റ്റ് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുക എന്നാണ്. അല്ലാതെ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് മണ്ണിരെ ചെടിച്ചട്ടി വളർത്തിയിട്ട് നമുക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. പിന്നെ നമ്മൾ ഇടയ്ക്ക് മഴക്കാലങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടിച്ചട്ടിൽ താനെ വന്ന് കൂടുന്ന ചില മണ്ണിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വളങ്ങളോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡുകളോ അടിക്കുന്ന സമയങ്ങളിൽ ആ മണ്ണിര ചത്തുപോകും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്ന ആ ചോദ്യത്തിനുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.